ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് ഉദ്ദേശിച്ചത്. കാരണം കാണിക്കൽ നോട്ടീസിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് മന്ത്രി അങ്ങനെ പറയുന്നത്. അല്ല, അതറിയില്ല. അതെന്തായാലും അവര് ഓഡിറ്റ് ചെയ്യുന്നതല്ലേ, എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണ്. ഈ കഴിഞ്ഞ വർഷം ഓഡിറ്റ് കഴിഞ്ഞ ഡോക്ടറുടെ കാലത്താണോ, ഡോക്ടർ ഈ മേധാവി ആയതിനു ശേഷമാണോ ഈ ഉപകരണം കാണാതാവുന്നത്? അല്ല, അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല. അവിടെ ഉപകരണം കാണാതായ ഉപകരണം ഉപകരണ ഭാഗം കാണാതായി ഇല്ല. അങ്ങനെ ഉപകരണ ഭാഗങ്ങളും കാണാതായിട്ടൊന്നുമില്ല. ഇല്ലില്ല, കാണാതായിട്ടില്ല. ഇല്ലില്ല, മോസ്റ്റിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. വിദഗ്ധ സമിതിക്ക് അങ്ങനെ ഇതാന്ന് അത് മുഴുവൻ നോക്കാനുള്ള സമയം അവർക്ക് മന്ത്രി പറയുന്നത് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന 20 ലക്ഷം രൂപ ചെലവഴിച്ച് തിരുവനന്തപുരം എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണം അതിന്റെ ഒരു ഭാഗം കാണാനില്ല എന്നാണ് പറയുന്നത്. വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രിയാണ് പറയുന്നത്. മന്ത്രി അങ്ങനെ അത്തരത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അത് കാണാതായിട്ടില്ല എന്ന മന്ത്രി കള്ളം പറയുകയാണോ ഇപ്പോൾ? അല്ലാതെ ഒന്നാമത്തെ കാര്യം അത് 20 ലക്ഷം രൂപ എന്നുള്ളത് അങ്ങനെയില്ല. അത് 14 ലക്ഷം രൂപ 14 ലക്ഷം രൂപയുടെ സാധനമാണ്. അതിനകത്ത് എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. അതിനകത്ത് അത് ഇടയ്ക്ക് അത് പിന്നെ കളക്ടർ ഓഫീസിലൊക്കെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്താണ് അദ്ദേഹത്തിൻ്റെ ശശി തരൂർ ബഹുമാനപ്പെട്ട എംപിയുടെ ഫണ്ടിൽ നിന്ന് എടുത്താണ്. അതിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് വിദഗ്ധ സമിതിക്ക് ഇതെല്ലാം ഒരുപാട് എക്യുപ്മെന്റ്സ് ഉള്ളതാണല്ലോ. അത് മൊത്തം പരിശോധിക്കാനൊന്നും അവർക്ക് സമയം കിട്ടിക്കാണത്തില്ല. ഉണ്ടല്ലോ, ഉണ്ട്. ഒരു ഉപകരണ ഭാഗവും പോയിട്ടില്ല. വകുപ്പിൽ തന്നെ ഉണ്ട്. വകുപ്പിൽ തന്നെ എല്ലാം ഓപ്പറേഷൻ തിയേറ്ററിലുള്ളതാണ്. ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടുവരുത്തി എന്നുള്ള കാര്യങ്ങൾ കൂടി വിദഗ്ധ സമിതി പറഞ്ഞിട്ടുണ്ട്. അത് തനിയെ കേടുവരില്ല, കേടുവരുത്തി എന്നുള്ളത്. അങ്ങനൊന്നും വിദഗ്ധ സമിതി പറയാൻ ഒരു സാധ്യതയില്ല. വിദഗ്ധ സമിതി അങ്ങനൊന്നും പറയാനുള്ള ഇല്ല, അങ്ങനെ പറയാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ആരോപണമൊക്കെ വന്നിരുന്നു. അതിന്റെ വലിയ വിദഗ്ധമായ എൻക്വയറി കമ്മിറ്റി പല മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ നടത്തി അതിന്റെ എൻക്വയറി റിപ്പോർട്ട് കൊടുക്കുകയും DMEക്ക് കൊടുക്കുകയും ചെയ്തു. അതിനകത്തൊന്നും അങ്ങനെ കേടാക്കിയെന്നോ ഒന്നുമില്ല. ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ആരോപണം ഇന്ന് വരെ വന്നിട്ടില്ല. ആകെ ഒരു ആരോപണമേ വന്നിട്ടുള്ളൂ. ആ ആരോപണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഡോക്ടർ ഇത്രയും പറഞ്ഞിട്ടും ഡോക്ടറിനെതിരെ, അതായത് ആദ്യഘട്ടത്തിൽ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാട് മന്ത്രി സ്വീകരിച്ചു. പിന്നീട് ഇന്ന് മന്ത്രിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഡോക്ടറിലേക്ക് എല്ലാ മുനകളും ഒരു ചൂണ്ടുന്ന രീതിയിലാണ്. ഡോക്ടറിന്റെ ഒരു ഉത്തരവാദിയാണ്, അത്ര നിഷ്കളങ്കനല്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മന്ത്രി നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സാധൂകരിക്കേണ്ടത്, അത് അങ്ങനെയല്ല എന്നുള്ളത് അല്ലെങ്കിൽ തിരുത്തി പറയണ്ടേ? അല്ല, അങ്ങനെയല്ല. ഞാനെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആക്ഷനൊന്നുമില്ല. എനിക്ക് ഇത് എൻക്വയറിയുടെ ഒരു ഭാഗമായിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. മെമ്മോയിൽ പോലും അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. വളരെ ചെറിയ സർക്കാരിന്റെ ചട്ടവിരുദ്ധം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അതിനൊരു വിശദീകരണം കൊടുത്താൽ മതി എന്നാണ് എനിക്ക് കിട്ടിയാറുള്ളത്. ഇല്ല, ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയത്തില്ല. മന്ത്രി മാത്രമല്ല, മന്ത്രിയുടെ സ്റ്റാഫും ഒക്കെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത്. എനിക്ക് എന്റെ പേരിൽ ആക്ഷനൊന്നും ഉണ്ടാവില്ല. മന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു ഉപകരണം കാണാതെയായി, ഉപകരണ ഭാഗം കാണാതായിട്ടുണ്ട് എന്നതിനത് വളരെ വ്യക്തമായിട്ടുള്ള ബൈറ്റായിരുന്നു. ഉപകരണ ഭാഗം കാണാതായിട്ടുണ്ട്, അതിൽ അന്വേഷണം നടത്തും. ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിയില്ലെങ്കിൽ പോലീസിലേക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത്. അങ്ങനെ സംഭവമേ ഇല്ല. അല്ലാതെ ഏത് അന്വേഷണം നടക്കട്ടെ.